ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും അജ്മൽ അലിയും കൂടി ഇപ്പോൾ ഗുജറാത്തിലാണ് നിൽക്കുന്നത്. ഗുജറാത്തിൽ നമ്മൾ ചെറിയൊരു കാഴ്ച കാണാൻ വന്നതാണ്. അല്ലെ, ഗുജറാത്ത് 2026 വേൾഡ് എക്സിബിഷൻ, അതായത് വെഹിക്കിൾ എക്സിബിഷൻ, അതായത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കാറ്, മെട്രോ, ബസ്. ഓക്കെ, ഇന്ത്യൻ നിറത്തിൽ ഇതുവരെ ആരും കാണാത്തതാണ് ഇന്നിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ, അതായത് നമുക്ക് ബസ്സിന്റെ ഓട്ടോമാറ്റിക്, പാരബെൻസിന്റെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അത് കണക്കിന് പുതിയ MGയുടെ പുതിയ ബോഡി കാണാനുണ്ട്. അത് കണക്കിന് പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ, സത്ലജിന്റെ പുതിയ ഒരുപാട് ഇനി വരാനുള്ള വെഹിക്കിള്, അതേപോലെ ബോഡി ബിൽഡേഴ്സ്, അതിന്റെ എല്ലാ വെഹിക്കിളിന്റെ എല്ലാം പുതിയ ഫീച്ചേഴ്സ് ആണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയതായിട്ട് എന്താ ഒരു വാഹനം ഇറങ്ങുമ്പോഴത്തേക്കും ഇതുവരെ അല്ലാത്തത് ഇനി എന്തെന്നുള്ള ചോദ്യം വരില്ലേ, അതൊക്കെ നമുക്ക് ഇന്നിവിടെ കാണാം അല്ലേ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയത് 2 ദിവസം മുമ്പാണ്. ഇവിടെ എത്താൻ 2 ദിവസം എടുത്തു. ഞാൻ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞു, ഭാര്യയ്ക്ക് എടുത്തും എൻ്റെ അല്ലുമോളെടുത്തും പുതുതായിട്ട് ജനിച്ച നമ്മുടെ കുഞ്ഞു ഭാവിക്കൊക്കെ എടുത്ത് ടാറ്റ പറഞ്ഞ് ഞാൻ നേരെ പോയത് കൊല്ലത്താണ്. അല്ലെങ്കിൽ കോഴിക്കോട് നിന്നാണ്. അപ്പോൾ നമ്മൾ വന്ന ട്രെയിൻ എന്ന് പറയുന്നത് തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്ന് ഗുജറാത്തുള്ള ജാംനഗർ വരെ പോകുന്ന തേൻജാം എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര ചെയ്തത്. ട്രെയിൻ നമ്പർ എന്ന് പറഞ്ഞാൽ 19577 എന്നാണ്. കാരണം കാണാപ്പാടായി ചെക്ക് ചെയ്തിട്ടേക്കല്ലേ സ്റ്റാറ്റസ്. എപ്പോഴും എൻ്റെ യാത്ര തുടങ്ങിയത് കൊല്ലത്തുനിന്നും 8 മണി കഴിഞ്ഞിട്ടാണ്. 8 മണി എന്ന് പറയുന്നത് 9 മണിക്കാണ്. പക്ഷെ ട്രെയിൻ വന്നപ്പോഴത്തേക്കും 1 മണിക്കൂർ ലേറ്റായി. 10 മണിക്ക് അടുപ്പിച്ചാണ് വന്നത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ആ ട്രെയിൻ പോകുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് കാപ്പി കുടിച്ച ശേഷം ഊണും കൂടെ പൊതിഞ്ഞാണ് നിന്നത്. അതൊരു പ്രത്യേക സന്തോഷമാണല്ലേ. നമ്മൾ ദൂരെ യാത്ര പോകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ആഹാരം പൊതിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക സന്തോഷമാണ്. രാവിലെ ചോറും, ഭാര്യ എണീച്ച് രാവിലെ ചോറും ചമ്മന്തി, മുട്ട പൊരിച്ചതും, ചെറിയ തോരനും, ബീട്രൂട്ട് തോരനൊക്കെ വെച്ച് തന്നു. അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ വെച്ച് അത് നമുക്ക് കഴിച്ചവർക്കറിയാം. അല്ല, നാടൻ ഭക്ഷണം നമ്മൾ ദൂരയാത്ര പോകുമ്പോഴത്തേക്കും ഒരു ചൂടോടെയൊക്കെ ചെറിയ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നിട്ട് അത് ട്രെയിനിൽ വെച്ച് കഴിക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരത്ത് കോഴിക്കോടെത്തി അജ്മലി കയറി. അളിയുടെ അവിടെ എത്തിയപ്പോഴത്തേക്കും 1/2 മണിക്കൂർ ലേറ്റ് ആയത്. അവിടെ ഒരു 1/2 മണിക്കൂർ ഡിലേ ആയിട്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അവിടെ നിന്ന് യാത്ര വീണ്ടും തുടങ്ങി. ഏകദേശം 30-40 മണിക്കൂറുണ്ട് മൊത്തം നമ്മുടെ യാത്ര. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് ഇറങ്ങിയണക്കിന് അജ്മലി അളിയനും രാത്രി ഭക്ഷണം തയ്യാറാക്കി വെച്ചതാണ്. ചപ്പാത്തിയും ചിക്കൻ കടായി ആയിരുന്നു. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അതും മലബാർ സൈഡ് അല്ലേ, മലബാർ സൈഡ് സ്പെഷ്യൽ. അതെ, അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് കിടന്നു പറയും. വളരെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. പിന്നെ നമ്മുടെ കേരളം വിട്ടുടഞ്ഞ് പിന്നെ മഴയുടെ സീസണായി. കേരളത്തിൽ ഇപ്പൊ വലിയ മഴയില്ല. പക്ഷെ മലപ്പുറത്ത് നല്ല മഴയാണ്. ആണോ? ഇടയ്ക്കത്തെ മഴ 2 ദിവസം സ്കൂളൊക്കെ അവധിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെല്ലുന്നിടത്തൊന്നും മഴയില്ല. എന്തോ ഒരു ഭാഗ്യത്തിലാണ് നമ്മൾ രക്ഷപ്പെട്ടേക്കുന്നത്. നമ്മള് അവിടെ നിന്ന് പിന്നെ വീണ്ടും യാത്ര തുടങ്ങി. പിറ്റേ ദിവസം വെളുപ്പിനൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മഡ്ഗോവ കഴിഞ്ഞു അല്ലേ. ഗോവ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ മഴയായി. മഹാരാഷ്ട്രയൊക്കെ നിൽക്കാതെ മഴ. അങ്ങനെ നമ്മള് എവിടെയൊക്കെ ഫ്ലഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ മുംബൈയില്, സൂറത്തില് വെള്ളപ്പൊക്കമാണെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ട്രെയിനിനോ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മള് മഡ്ഗോവ കഴിഞ്ഞിട്ട് കാപ്പി പിടിക്കാനായിട്ട് രത്നഗിരിയിൽ ഇറങ്ങി. നമുക്ക് അവിടെ നിന്ന് ചെറിയൊരു ഇഡലി കിട്ടി. നമ്മൾ ട്രെയിനിനകത്തുനിന്ന് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ സ്റ്റേഷനിലുള്ള ഏതെങ്കിലും ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് അതാണ് കഴിക്കാൻ ശ്രമിച്ചത്. കാരണം നമ്മൾ ദൂരയാത്ര ചെയ്യുന്നില്ല, വെറുതെ. അപ്പൊ രാവിലെ നമുക്ക് ഇഡലി ബെസ്റ്റ് ആണ് കേട്ടോ വയറ്റിന്. നമ്മള് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഇഡലിയും ചമ്മന്തി കിട്ടി. ഇഡലി ചമ്മന്തി കഴിച്ച് പിന്നെ നമ്മൾ നേരെ രത്നഗിരി കഴിഞ്ഞു. പിന്നെ മുംബൈയിൽ പൻവേൽ എത്തിയില്ലേ. അടുത്ത ഫുഡ് കഴിക്കുന്ന സമയം പൻവേലില് മലയാളി ഒരു നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി വാങ്ങിച്ചത്. എഗ് ബിരിയാണിയാണ് വാങ്ങിച്ചത്. എഗ് ബിരിയാണി കഴിച്ചാണ്. നോൺ വെജ് നമ്മള് ഉദ്ദേശിച്ചില്ല. പക്ഷെ എഗ് വലിയ വിഷയം വരുന്നില്ല. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചൂടോട് കൂടിയുള്ള സാധനമാണ്. മലയാളി ഫുഡ് ആണ്, മലയാളികളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ. പക്ഷെ ചോറും മീൻകറിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ അതൊന്നും അന്വേഷിക്കുന്ന കോണ്ടാക്ട് ഒന്നും കിട്ടിയില്ല. നമുക്ക് പിന്നെ എഗ് ബിരിയാണിയൊക്കെ കഴിച്ച്. എഗ് ബിരിയാണി എന്ന് പറയാൻ പറ്റൂലല്ലോ, എഗ് റൈസ് അത്രേ ഉള്ളൂ. ബിരിയാണിയുടെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. പിന്നെ നമ്മൾ വീണ്ടും വേറെ പരിപാടിയൊന്നുമില്ല. മഴയും കണ്ട് കുറെ നേരം ഇരിക്കും. ബിരിയാണി, കുറെ മുറുക്ക്, വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലേ, അലുവ, ബദാം കുറയ്ക്കാനായിട്ട് എല്ലാം ഉണ്ടായിരുന്നു. യാത്രയില് ഇതേപോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതെ ചവച്ച് നമ്മൾ അങ്ങനെ ഇരുന്നും കിടന്നു. രാത്രി 2-ാം ദിവസം രാത്രി 11:30 ആയപ്പോഴത്തേക്കും നമ്മൾ അഹമ്മദാബാദിലെത്തി. ഗുജറാത്ത് അഹമ്മദാബാദിലെത്തി.
നമ്മൾ നേരെ സ്റ്റേഷനിൽ പുറത്തോട്ട് ഇറങ്ങി. നല്ല തിരക്കുള്ള സ്ഥലമല്ലേ, ഒരു രക്ഷയില്ല. രാത്രിയും പകല് പോലെ തിരക്ക്. പിടിച്ച് ഓട്ടോയിൽ നമ്മൾ ആരെങ്കിലും പിടിച്ച് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്ന കാര്യം നമ്മൾ പേടിച്ചു പോയി. നമ്മള് പുറത്തോട്ട് ഇറങ്ങിയതും ആൾക്കാർ വന്ന് പിടിച്ച് വലിക്കാൻ നിൽക്കുക. അതായത് ഓട്ടോ വേണോ, കാറ് വേണോ, ബസ് വേണോ, എവിടെ പോകേണ്ടത് അവർക്ക് വീട്ടില് ഒന്ന് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്ത് പണ്ടാ അങ്ങോട്ട് പോകണം, ഏത് വണ്ടി വേണം, ഏത് വണ്ടി വേണം, കാറ് വേണം, ഓട്ടോ വേണം, ഞങ്ങളെ പിടിച്ച് കൊണ്ട് ഇരുത്താൻ അവർ തയ്യാറാണ്. അങ്ങനെ നമ്മള് നൈസായിട്ട് അടുത്തൊരു ചെറിയ തട്ടയുടെ കയറി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ റൂം അന്വേഷിച്ച് നടന്നു. അപ്പോ ജസ്റ്റ് ഒരു 100 മീറ്റർ മുന്നോട്ട് കടന്നപ്പോ തന്നെ 2-3 ഹോട്ടലിൽ കണ്ടു. അതിൽ ഡോർമെറ്ററി നമ്മൾ നോക്കി. അപ്പൊ ഡോർമെറ്ററിക്കൊക്കെ ഒരു ഡോർമെറ്ററി 390 രൂപ. അത് എടുക്കാന്ന് വെച്ചപ്പോ അവിടെ റൂമില്ല. അങ്ങനെ നമ്മൾ അടുത്ത ഒരു സ്ഥലത്ത് പോയി. അവിടെ ഡോർമെറ്ററിക്ക് 200 രൂപയുള്ളൂ, അത് AC. അപ്പൊ പിന്നെ അതിന് എടുക്കാന്ന് നമ്മളെ പിന്നെ പോകാനായിട്ട് അത്യാവശ്യം നീറ്റ്നെസ് ഉള്ള ഒരു ഡോർമെറ്ററി നമ്മളെ കയ്യിൽ ആകപ്പെടെ 2 മൊബൈലുള്ള മൊബൈലിലെ പരിപാടിയൊക്കെ ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ പാക്കറ്റ് കിട്ടിയെന്ന് കിടന്നുറങ്ങും. ബാക്കി ബാഗിൽ എന്തുണ്ടെങ്കിലും അങ്ങനെ നമ്മള് 200 രൂപയ്ക്ക് ഡോർമെറ്ററി എടുത്ത് നല്ല സുഖം ഉറക്കം, AC ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. 8 മണി വരെ കിടന്നുറങ്ങി. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി നേരെ അഹമ്മദ് നഗറിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ഗാന്ധിനഗർ ഈ എക്സിബിഷൻ നടക്കുന്ന സെന്ററിലോട്ട് വരെയാണ് ചെയ്തത്. അപ്പോ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും നമുക്ക് നോക്കാം. ഒരുപാട് വാഹനങ്ങളുണ്ട് അല്ലേ, മെട്രോ ഉൾപ്പെടെ ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ നമ്മള് അകത്ത് കയറി എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എന്തായാലും അകത്ത് കയറിയിട്ടുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് വരാം. അതിനു മുന്നേ നമ്മുടെ ഒരു സുഹൃത്തിനും കൂടി കാണാനുണ്ട്. ആളിവിടെ സെറ്റിൽഡ് ആണ്. അപ്പൊ അവരും കൂടെ ഒന്ന് കണ്ട് അവരെ ഒരു സഹായം കൂടി. ഇവിടെ എന്തായാലും നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ബേസിലുള്ള ഒരാളെയും കൂടി നമുക്ക് പിടിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ അതിനുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആളിവിടെ സെറ്റിലാണ്. അപ്പോൾ ആളെയും കൂടി ഒന്ന് കണ്ട് വൈകുന്നേരം അവരെ ഒന്ന് മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു പ്രവാസ് 5.0 2026. അപ്പോൾ ബാക്കി അകത്ത് കയറിയിട്ട് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു പാസ് കിട്ടും. ഈ QR കോഡ് നമ്മൾ ആൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മൾ 2 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടിട്ടാണ് വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ പാസ് ഉള്ളവരെ മാത്രമേ ഗേറ്റിനകത്തോട്ട് എൻട്രി ചെയ്യത്തുള്ളൂ. രജിസ്ട്രേഷൻ ചെയ്യണം. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാല്ലേ? ഇനി അകത്തോട്ട് കയറാം. ബസ് ഇല്ലാത്തവർക്ക് കയറാമോ? ഇല്ല, അത് അവര് സ്റ്റാഫിന് മാത്രം. ഇല്ല, എല്ലാവരും ഇതിലും ടാഗ് ഉണ്ടല്ലോ. മൊത്തം ബഹളാണ് കളിയാ, രക്ഷയില്ല. ഫസ്റ്റ് നമ്മളെ എൻട്രൻസ് കയറുമ്പോ ഫസ്റ്റ് ഇതാണ് വെൽക്കം പ്രവാസ് 5.0 അല്ലേ? ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സെൽഫി പോയിന്റ് പോലെ. നമുക്ക് എങ്ങോട്ടാണ് എൻട്രൻസ് എങ്ങോട്ടായിരിക്കും? നമുക്ക് അവിടെ മാപ്പ് ഉണ്ട്, എന്തൊക്കെയുണ്ടെന്നുള്ളതിന്റെ 3 ഹാളിൽ മാത്രമേ ഉള്ളൂ കേട്ടാ. പുറത്തുണ്ട്, പുറത്ത് പറക്കി നമ്മൾ ടാറ്റയുടെ വണ്ടി ഉണ്ടല്ലേ. നമ്മൾ ലെഫ്റ്റ് സൈഡ് പോണം, റൈറ്റ് സൈഡ് 1, 10, 12 ഇത് കിടക്കുന്നത്. പിന്നെ ഡൈനിങ് വന്ന് 11 ഫുഡൊക്കെ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. നല്ല തണുപ്പടിക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ ഹാള്. അപ്പൊ ഫസ്റ്റ് ഹാള് നമുക്ക് കയറാം. ഓക്കെ, നമ്മുടെ ലോറി ഉണ്ട്, ലോറി ടാറ്റയുടെ ഇതാണ്. അമ്മോ, എന്തൊക്കെ മോഡലാണ്. JBM ഇലക്ട്രിക് ആണ്, പുതിയ ഇലക്ട്രിക് ലക്ഷറി കോച്ച്. നമ്മുടെ CNG ആണ് കേട്ടാ. CNG വരുന്ന ടാറ്റയുടെ വണ്ടി അല്ലേ? മൊത്തം ഫസ്റ്റ് ഹാളില് നമ്മളിപ്പോ കയറുന്ന സ്ഥലത്തെല്ലാം ടാറ്റയുടെ വാഹനങ്ങളാണ്. ലോഞ്ചിനുള്ള വാഹനങ്ങൾ അടുത്ത വരുന്ന. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാറ്റയുടെ വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നത്. നമുക്ക് ടാറ്റയുടെ ചെറിയ വണ്ടി നിന്ന് തുടങ്ങാം. അപ്പൊ നമ്മൾ ഈ പറയാൻ പോണ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതാണ് പറയുന്നത്, നമ്മൾ പഠിച്ചു വെച്ചിട്ട് അല്ല പറയാൻ പോണത്. നമുക്കുള്ള അറിവിൽ വെച്ചിട്ടുള്ള ഇതാണ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ. ഇത് മുൻകൂട്ടി നമ്മൾ ഈ വാഹനം ഉണ്ടെന്ന് അതൊന്നും പഠിച്ചിട്ടല്ല വരുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ഇപ്പൊ ഈ വണ്ടിയുടെ പേരെന്ന് എഴുതിയിരിക്കുന്നത് മാജിക് EV ഇലക്ട്രിക്കൽ വാഹനമാണ്. ഇപ്പോഴത്തെ ഇതില് നമ്മുടെ സ്കൂൾ ട്രിപ്പ് കാര്യങ്ങൾക്ക് ഉള്ള പർപ്പസിന് ഉപയോഗിക്കുന്ന മോഡലാണ്. ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. EV വെഹിക്കിളാണ് ടാറ്റയുടെ മാജിക് വന്നിട്ടുള്ളത്. നേരത്തെ പെട്രോളിലൊക്കെ ആണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ EV യിലാണ് വന്നിട്ടുള്ളത്.
സാധാരണ EV പോലെ തന്നെ അല്ലേ? ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അളിയാ. എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് കൊടുത്തത്. ഓട്ടോമാറ്റിക് നോബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത് വെച്ചത്. ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണ്. അതെ, ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വെഹിക്കിൾ സ്കൂൾ ട്രിപ്പ് പർപ്പസിനാണ്. ഇതെന്താ അത് ചാർജിങ് പോയിന്റ്. ചാർജിങ് പോയിന്റ് ആണ്. സൗകര്യമുണ്ട്. നമ്മുടെ ഒമിനിയുടെ ഒക്കെ ഉള്ളിൽ മാജിക്കിന്റെ ഐറിസിന്റെ 6 ഒരു 10 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂലേ? ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് കംഫർട്ടബിൾ ആയിട്ട് പോവാം. AC ആണെന്ന് തോന്നുന്നില്ലേ? AC അല്ല. അപ്പൊ നമ്മുടെ ടാറ്റയുടെ EV മാജിക് EV ആണ് ആദ്യം കണ്ടത്. സ്കൂൾ വാൻ പോലത്തെ ടൈപ്പ് ആണ്. നല്ല അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. രണ്ടായിട്ട് വിങ്ങർ പ്ലസ് ആണുള്ളത്. നമ്മൾ ഫോഴ്സ് ട്രാവലറിന്റെ ഏകദേശം ഒരേ ലെവലിക്ക് നിർത്താൻ പറ്റിയ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. ഹൈ റൂഫിലാണ് കൊടുത്തിട്ടുള്ളത്. ഹൈ റൂഫില് വിങ്ങർ പ്ലസ്. സംഭവം ശരിയാണ്. നമ്മുടെ ട്രാവലർ ഫോഴ്സിന്റെ 12 സീറ്റ് സെയിം ഹൈ റൂഫ് ആയതുകൊണ്ട് എണീറ്റ് നിൽക്കാം. നേരത്തെ വിങ്ങറില് കാരവാൻ ആക്കാം. അതെ, ഹൈ റൂഫിലായിരുന്നു, കട്ടിങ് ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. ഇത് ഹൈ റൂഫിലാണ് വരുന്നത്. അകത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ലക്ഷറി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നിന്നൊക്കെ ഡോർ തുറക്കാനുള്ള സൗകര്യമുണ്ട്. ലോങ് യാത്രക്കൊക്കെ ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാൻ വണ്ടി പണിഞ്ഞു കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും ടാറ്റ വിങ്ങർ ആണ് ഈ ഒരു മോഡൽ. വിങ്ങർ പ്ലസ് ആണ്. ഇത് വിങ്ങർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ. ഇപ്പൊ വിങ്ങർ പ്ലസ് ആണ്. ടൈലൈറ്റ് ഒക്കെ സെറ്റ് അടിപൊളിയായിട്ട് ടൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ബാക്കിൽ പുറത്തോട്ട് വലിയ ഇതായിരുന്നു ലൈറ്റാ കൊടുത്തത്. ഇപ്പോ ചെറിയ ലൈറ്റില് അത്യാവശ്യം നല്ല മോഡലിലാക്കി കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഡീസലാണ്, ആഡ്ബ്ലൂ ഉണ്ട്. ഡീസലും ആഡ്ബ്ലൂം വരുന്ന ടൈപ്പാണ് ടാറ്റ വിങ്ങർ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഉള്ളതെന്ന്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡോർ തുറക്കുമ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് ഇനിയുള്ള വണ്ടി നമുക്കുള്ള വരുന്ന വണ്ടിയിൽ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ റോഡിന് അത്രയും കംഫർട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ സ്റ്റെപ്പ് എല്ലാരും ഈ സ്റ്റെപ്പ് ഒക്കെ അയച്ചു വെച്ചിട്ടാണ് ഇപ്പോ നിലവിൽ ബസ്സിനായാലും. അപ്പൊ ഇതാണ് ക്യാബിൻ വ്യൂ. ഇത് മറ്റേ നമ്മുടെ സാധാ വിങ്ങറിനെക്കാട്ടും അത്ര തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷെ പുറത്ത് ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ടാറ്റ വിങ്ങർ പ്ലസിന്റെ അകത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. 7 സീറ്റർ ആണ് നിലവിൽ. നമ്മുടെ സീറ്റ് എന്നൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റി സീറ്റ് ആണ്. അതൊക്കെ ഇവിടെ ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട്, ഒരു കാരവാൻ സെറ്റപ്പ് ലോക്കർ വരുന്നുണ്ട്. 7 സീറ്റർ വണ്ടി അല്ലേ? 7 സീറ്റർ ഫ്ലാസ്ക് വരുന്നുണ്ട്. അതൊക്കെ എല്ലായിടും നമുക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പില്ലോ, ടാറ്റയുടെ തന്നെ പില്ലോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ലക്ഷറി ആയിട്ട് കെട്ടിയെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് ഇത് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ടാറ്റയുടെ ഇതിലാ എംബ്ലൊക്കെ കൊടുത്തിട്ട് നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത്. അതെ, നമുക്ക് നെക്ക് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരുപാട് ഷൂട്ട് ചെയ്യാൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതെ, എല്ലാ വണ്ടിയും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. ഓക്കെ, നമ്മുടെ ക്യാബിൻ വ്യൂ ഇങ്ങനെയാണ്. നമ്മുടെ സ്റ്റിയറിംഗ് കാര്യങ്ങളും അതൊക്കെ 5 ഗിയർ ബോക്സ് ആണ്. ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് സമയപരിമിതി ഉണ്ട്. അതാണെങ്കിൽ ഒരുപാട് പേര് ഇതിനകത്ത് കയറാനും കാണാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു. എന്തായാലും സമയം കിട്ടുന്ന ആൾക്ക് വീണ്ടും വന്നൊക്കെ എടുക്കാം. എക്സിബിഷൻ 3 ദിവസമുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വീഡിയോ കൂടി ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കാം. അപ്പൊ എന്താ ഫസ്റ്റ് ഡേ ആയിട്ട് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറെങ്കിലും നമുക്ക് വണ്ടി ആരും ശല്യം ഇല്ലാതെ കിട്ടിയാലേ ഫുൾ റിവ്യൂസ് ചെയ്യാൻ. ഇന്നത്തെ ദിവസം നടക്കൂല. അടുത്ത മോഡൽ എന്ന് പറയുന്നത് ടാറ്റ പ്രൈം LPO അല്ലേ? അപ്പൊ ഈ ഒരു വണ്ടിയുടെ ഇനോഗ്രേഷൻ ഇപ്പോഴാണ് നടക്കുന്നത്. എല്ലാത്തിന്റെ ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പുതിയ ലോഞ്ചിങ് ചെയ്യുന്ന വാഹനങ്ങളല്ലേ? അതെ. ഇപ്പൊ നേരത്തിൽ ഇറങ്ങിയിട്ടില്ല. അതിന് മുന്നേ ഉള്ള ലോഞ്ചിങ് ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഈ സൈഡിൽ മൊത്തം ടാറ്റയുടെ വെഹിക്കിൾസ് ആണ്. ടാറ്റയുടെ സെക്ഷനാണ് ഈ ഭാഗത്ത്. ടാറ്റയുടെ ഫുൾ സെക്ഷനാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് വണ്ടി കാണാം. വെൽക്കം ടു ടാറ്റ മോട്ടോഴ്സ്. അപ്പൊ നമ്മളീ കാണുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ മോഡലായ അൾട്രാ സ്കൂൾ ആണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലേ, സ്പെസിഫിക്കേഷൻസ് ആണ് ഈ കാണുന്നത്. ഞങ്ങളുടെ 2 എക്സ്ക്ലൂസീവ് സ്റ്റാളുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് വന്നാണ് ഇവിടെ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന കല്ലടയുടെ ഒരു വണ്ടി സർവീസിന് ചേട്ടന്റെ അടുത്താണ് കൊണ്ടുപോയി. അന്ന് മുതലുള്ള പരിചയമാണ്. അതെ അതെ, കണ്ടേ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ കുറെ യൂട്യൂബുകളൊക്കെ ഞാൻ കാണാറുണ്ട്. നല്ലതാണ്. യാത്രയെല്ലാം ഞാൻ കാണാറുണ്ട്. സന്തോഷം. ശരി കാണാം. അപ്പൊ നമ്മൾ ഈ വാഹനത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അതായത് അൾട്രാ സ്കൂൾ
അൾട്രാ പ്രൈം നമ്മുടെ നിരത്തിലുണ്ട്. ഈ വാഹനം നിരത്തില് കുറവാണ്, നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അത്രേ ഉള്ളൂ. ഈ നിരത്തിലുണ്ടോന്ന് അറിയില്ല, കേരളത്തിന്റെ നിരത്തില് ഇത് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. അതേപോലെ തന്നെ പുതിയ മോഡൽ ഇത് നമ്മൾ കാണിക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് സീറ്റ് വരുന്നതാണ്. ലെഫ്റ്റ് സൈഡില് ഡ്രൈവിംഗ് സീറ്റ് വരുന്ന ഡീസൽ വെഹിക്കിൾ ആണ്. ലെഫ്റ്റ് സൈഡ് വരുന്ന ടാറ്റയുടെ ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങിയ ഒരു മോഡലാണ്. ഇന്ത്യൻ ഓട്ടിക്കാൻ തന്നെയല്ലേ? എന്തോ അറിയില്ല, പിടുത്തം കിട്ടുന്നില്ല. ലോഞ്ചിങ് ആയതുകൊണ്ട് ചിലപ്പോ ഞാൻ ഇവിടെ എക്സിബിഷന് വെച്ചിട്ട് പുറത്തെ രാജ്യത്തോട് ഉള്ളതാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ആ ഒരു വാഹനം കാണാൻ പറ്റി. അതെ അതെ, ഫ്രണ്ട് ലുക്കൊക്കെ അടിപൊളിയായിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ഒരു ക്യാബിൻ വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങാൻ പോണ ഏറ്റവും പുതിയ മോഡലായ ടാറ്റ പ്രൈം ആറിയുടെ ഉൾവശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 33 സീറ്റാണ്. ഏറ്റവും പ്രത്യേകത ഈ ഒരു വാഹനം ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ് വരുന്നത്. നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണാം. അപ്പൊ ഇനി സീറ്റിന്റെ പ്രത്യേകത എന്ന് പറയാം. ഇത് പുഷ് ബാക്ക് ആണ്. അതിനൊക്കെ 33 സീറ്റ് ഉണ്ട്. 33 സീറ്റിനും സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. അതിനൊക്കെ ഇവിടെ കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകത. അതായത് ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ആണ് മെയിൻ എടുത്തു പറയേണ്ടത്. ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ആണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത് വരുമെന്നുള്ളത് കണ്ടറിയാം. വെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC വെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എമർജൻസി എക്സിറ്റ് ഉണ്ട്. പിന്നെ എമർജൻസി ടൂളുണ്ട്. ലെഫ്റ്റ് സൈഡ് ഡ്രൈവിലാണ് വരുന്നത്. ടാറ്റയുടെ അതേ സെയിം സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഇതിന്റെ ട്രെയിനിങ് എടുക്കണം. ട്രെയിനിങ് എടുക്കാതെ ഈ വാഹനം ഓടിക്കാന്ന് വെച്ചാൽ വലിയ പാടായിരിക്കും. സംഭവിച്ചാൽ ഇതിൽ കുറെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ അതൊക്കെ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അറിയാതെ വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സുഖകരമായിരിക്കും. ചിലപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ്. ഇതിന്റെ കൺസോൾ മീറ്റർ, LED ഡിസ്പ്ലേ വരുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മള് ഗിയർ ഇടേണ്ടത്. ശരിക്കും ഇത് ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങാനുള്ള വാഹനം തന്നെയാണോ എന്ന് സംശയമുണ്ട്. കാരണം പുറത്തോട്ട് ഇത് മിക്കവാറും എക്സ്പോർട്ട് ആയിരിക്കും മിക്കവാറും. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത് കാണാൻ പറ്റില്ല. നല്ല ഡിസ്പ്ലേ ഒക്കെ ഉണ്ടല്ലേ ഫ്രണ്ടിൽ? LED ഡിസ്പ്ലേ കാര്യങ്ങൾ, ടച്ച് സ്ക്രീൻ ആണ് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ക്യാമറ പോർഷൻ നല്ല അടിപൊളിയായിട്ട് ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങളായാലും കൂടുതൽ സെറ്റപ്പിലാണ് അടിപൊളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേര് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത വണ്ടിയിലോട്ട് പോകാൻ ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയതായിട്ട് നമ്മുടെ ടാറ്റയുടെ CNG വെഹിക്കിൾ ആണ് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ വെഹിക്കിൾ. ടാറ്റയുടെ ചേസ് ആണ് നിങ്ങൾ കാണുന്നത്. So this is 1622 LPO CNG dual meter chassis. 5845 wheelbase. You can make it with 58 seater and there are 5 cylinders we have given, 5 CNG cylinders with the 868 liter capacity. And it is 6-cylinder turbocharged engine with 200 HP power and 700 Nm torque. Jagannath. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. പുള്ളിക്കാരൻ താങ്ക് യു. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പൊ ഏകദേശമുള്ള ഡീറ്റെയിൽസ് ആണ് സാറ് പറഞ്ഞു തന്നത്. അതിന്റെ ബാക്കി കാര്യം നമുക്ക് കണ്ടറിയാം. അപ്പൊ നമ്മുടെ ചേസ് ആണ് ഈ കാണുന്നത്. ഇത് 12 മീറ്ററിലാണ് ഈ വാഹനം വരുന്നത്. CNG വെഹിക്കിൾ ആണ്. ഒരു 4 ടാങ്ക് ആണ് നമുക്ക്. 5 ടാങ്ക് ഉണ്ട്. 5 ടാങ്കിലാണ് വരുന്നത്. CNG വെഹിക്കിള് പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന വെഹിക്കിളാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ഇനി CNG ബസ്സുകൾ ഒരുപാട് കാണാം. അതെ, ഇനി നമ്മുടെ നേരത്തില് CNG ബസ്സുകൾ ഒരുപാട് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. അതെ, അതുപോലെ പൊല്യൂഷൻ കുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് കേന്ദ്ര സർക്കാർ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുള്ള വെഹിക്കിളുകളാണ്. ഇതിന്റെ നോബുകൾ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകമായിട്ട് കൂടുതലായിട്ട് പറയാനില്ല. CNG വെഹിക്കിളിന്റെ അതേ ഒരു സെയിം തന്നെ ടാറ്റയില് CNG വെഹിക്കിൾ വന്നു അത്രയും മാത്രം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ പൊതുവെ നമുക്ക് വരാം. 295-80 ടയറിലെ പഴയ തന്നെ മാറ്റങ്ങളൊന്നുമില്ല.
വളരെ ട്യൂബ്ലെസ് ആണോ വരുന്നത്? ട്യൂബ്ലെസ് ടയറാണ് ഇപ്പോൾ വരുന്നത്. CNG ഫില്ല് ചെയ്യുന്ന ഫില്ലിംഗ് പോയിന്റ് ആണെന്ന് പറയുന്നു. 1620 അത് ബസ്സിന്റെ മോഡൽ നമ്പർ ആണ്. എക്സൈഡിന് 2 ബാറ്ററി വരുന്നുണ്ട്. ഒരു ബാറ്ററി 150 ആംപിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? 150 ആംപിയറിലാണ് വരുന്നത്. അപ്പൊ ആ വണ്ടിയുടെ സൈഡ് വ്യൂ ഒക്കെ പൊളി തന്നെ അല്ലേ? ഒരു രക്ഷയില്ല, അടിപൊളി വണ്ടി. അത് സ്ക്വയർ ടൈപ്പ് ആണ് കേട്ടാ. നമ്മുടെ MCKല് പറഞ്ഞ സിസ്റ്റം അതേ വന്നിട്ടുണ്ട്. MCKല് നമ്മൾ പറഞ്ഞ MCKയുടെ മറ്റേ ലൈലാൻഡിന് പുതിയ വരുന്ന ലൈലാൻഡിന് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞിരുന്നത്. ടാറ്റയ്ക്കും വന്നിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് ഫീച്ചേഴ്സ് കാര്യങ്ങളായിട്ട് നോർമൽ ആയിട്ടുള്ള ആയിട്ട് ഒന്നും ഇതില്ല. ഇനി ഇതിന്റെ എഞ്ചിന്റെ പവറോ അല്ലെങ്കിൽ ഫ്യൂവലിന്റെ ഇതിൽ മാറ്റം വരുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ആധികാരികമായിട്ട് ഇത്രയൊക്കെ അറിയുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ദിവസം കാണുന്ന കാഴ്ചകളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ വരും. നിരത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി കിട്ടുമ്പോൾ ഫുൾ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ്, ഇത് കാണുന്ന കാഴ്ചയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫസ്റ്റ് ആണ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിവുന്നില്ല. എന്തായാലും കാണുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ടാറ്റയ്ക്ക് അപ്പൊ ഇന്ന് വെച്ചിരിക്കുന്നത് 1 2 3 4 5 6 6 വാഹനങ്ങൾ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് LPO CNG 1620 CNGയുടെ ബസ്സാണ്. 12 മീറ്റർ ബസ്സാണ്. അൾട്രാ പ്രൈം RE എന്ന് പറയുന്ന മോഡലാണ്. ലെഫ്റ്റ് സൈഡ് ആണ് അതിന്റെ സ്റ്റിയറിംഗ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ആണ്. അപ്പോ നമ്മുടെ നാട്ടിൽ ഇറങ്ങാനുള്ളതാണ് സംശയമുണ്ട്. വരുവോ സംശയമാണ്. അതെ, ബാക്കിയുള്ള 2 വാഹനം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് പുറം നാട്ടിലൊക്കെ ഓടാനായിരിക്കും അല്ലേ? സംശയമുണ്ട്, ചാൻസ്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് അൾട്രാ സ്കൂൾ EV അല്ലേ? 9x9. ഓക്കെ, ഈ വാഹനം എന്തായാലും നമ്മുടെ നാട്ടിൽ വരുന്ന വാഹനമാണ്. EVയിൽ വരുമെന്ന് കണ്ടറിയാവുന്ന കേസേ ഉള്ളൂ. സാധാരണയായിട്ട് സ്കൂൾ ബസ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. ഇത് നേരത്തിലുണ്ട്. ഇത് ഏതാ മോഡല്? അൾട്രാ. ഓക്കെ, അൾട്രാ പ്രൈം LPO 412. വിങ്ങർ പ്ലസ് ആയിട്ട് മാറിയതാണ്. ഇപ്പൊ ഇനി നേരത്തിലോട്ട് വരാനുള്ളത്. വിങ്ങർ നമ്മുടെ നാട്ടിലുണ്ട്. വിങ്ങർ പ്ലസ് സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കയറി കണ്ടതാണ്. എല്ലാ ബസ്സും നമുക്ക് കയറി കാണാനുള്ള സമയപരിമിതി ഉണ്ട്, ഒരുപാട് തിരക്കുണ്ട്. അപ്പൊ ഇത് 7 സീറ്റർ ആണ് അല്ലേ? 7 സീറ്റർ ആണ്. ലക്ഷറി കോച്ചാണ്. AC ക്യാബിനാണ്. അതിനൊക്കെ തന്നെ അകത്ത് ഫ്രിഡ്ജും ലോക്കറും മക്കും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഇതുണ്ട്. ഇനി അടുത്തത് കുഞ്ഞു വാഹനം, അത് മാജിക് ആണ്. ഇതില് പെട്രോൾ വെഹിക്കിൾ ഇപ്പൊ നേരത്തിൽ ഒരുപാട് സ്കൂൾ ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പർപ്പസിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒരു EV സെക്ഷൻ, EV ഒരു മോഡലാണ് മാജിക്കിന്റെ EV. ഇതാണ് ഇനി നിരത്തിൽ കാണാൻ പോകുന്നത്. EV ആയിട്ട് വരുന്നതാണെങ്കിൽ ഈ മാജിക്കിന്റെ EV ആയിരിക്കും വരുന്നത്. ഇതിലാണെങ്കിൽ 10 പേർക്ക് ഇരിക്കാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. മറ്റേ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും നോക്കില്ല. ആ ഒരു പർപ്പസിന്റെ ഉപയോഗം ഇതിലും നടക്കും. അപ്പൊ അങ്ങനെയാണ് ടാറ്റയുടെ വിശേഷങ്ങൾ. അത്യാവശ്യം നല്ല കിടിലൻ ലുക്കാണ്, അതാണ് പറയേണ്ടത്. Fast charging process. In a single charge is around 25 minutes. It can run 190 kilometers. Okay, and the main thing is that there are 2 modes. If you can see here, one is the drive mode. Okay, it's actually a eco mode. Another is a sports mode. Okay, sports mode. So within city, okay, if you have to get the economic power and everything, so you run to the drive mode. Now, if you take this as an express highway, then you have to switch on the sports mode. How many kilometers? So on a single charge, 190 kilometers. 190 kilometers. Yes. Highway per. So it depends on the terrain also. Let's suppose minimum 190 whatever we are giving, but in the different terrains, okay, there may be some 2-3% fluctuation in that. See, all it depends on the driving conditions. All it depends on the terrain. Same. If you can go on a normal terrain, it will give you much more economical. If you go on a hilly terrain, okay, then because it is an inclined step, then there is some power. Okay, so it might not be 190, some 2-3% variation will be there. Thank you, sir. What's your name, sir? My name is Shahil. Okay, thank you, sir. അപ്പോൾ സാറ് നമ്മളൊരുത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് പറഞ്ഞത്. ചാർജ് ചെയ്യാൻ വേണ്ട സമയം പറയുന്നത് 25 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത്. അതായത്
ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരും. എന്നുവെച്ചാൽ പുതിയ ലോഞ്ചിങ് ആണ്, പുതിയതായിട്ട് ഇറങ്ങുന്ന വാഹനമാണ്. അത് നമ്മളെ നേരത്തിൽ വരുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാവുന്നതേ ആണ്. അപ്പൊ അത്രയ്ക്കാണ്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാ വാഹനത്തിനെ പോലെ ഇതിൽ ഓരോ മോഡുകളുണ്ട്. സ്പീഡ് ചെയ്യണമെങ്കിലും അതേപോലെ തന്നെ ഈ വണ്ടി വലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്പീഡ് ആക്കണമെങ്കിലും എല്ലാ മോഡുകളും കാണിക്കുന്നുണ്ട്. അതാണ് നേരത്തെ സാർ കാണിച്ചു തന്നത്. ഇതിൽ വരുന്ന വെച്ചാൽ 4 മോഡുകളാണ് പറഞ്ഞത്. ഡ്രൈവ്, അതേപോലെ തന്നെ ന്യൂട്രൽ, റിവേഴ്സ്, അതേപോലെ സ്പോർട്സ്. ഇങ്ങനെ ഈ 4 മോഡുകളിലാണ് ഈ വാഹനം ഓടിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഏകദേശം 70 to 80 കിലോമീറ്റർ സ്പീഡിലാണ് ഈ വാഹനത്തിന്റെ വേഗത പറയുന്നത്. ഇത് 9+D ആണ്. അതായത് 9+ ഡ്രൈവ് ആണ് വരുന്നത്. നമ്മൾ വിചാരിച്ചത് 7+1 ആണെന്ന് വിചാരിച്ചത്. ഇതില് വരുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്ന 9+D ആണ്. ഡ്രൈവറും 10 സീറ്റ് പെർമിറ്റ് ആണ് വരുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. നമ്മൾ വിചാരിച്ചേ കാട്ടി ഒരുപാട് തെക്കും തിരക്കുണ്ട് ഇവിടെ. വലിയ പരിപാടികളൊക്കെ തുടങ്ങിയില്ല. വാഹനങ്ങളുടെ ലോകം പുറകിലോട്ട് കിടക്കുവാണ്. എന്തായാലും നമുക്ക് MG-യുടെ വണ്ടിയൊക്കെ കിടക്കുന്ന എന്തായാലും നമുക്ക് അടുത്ത വാഹനത്തിലോട്ട് പോകാം.